ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ. ഉറങ്ങി നീച്ചിട്ടുള്ള ഒരു ഇതാണ്. ഉറങ്ങി നീച്ചപ്പോൾ തന്നെ എന്നൊരു വിഷമകരമായിട്ടുള്ളൊരു സംഭവമാണ് കണ്ടത്. വേറെ ഒന്നല്ല, നമ്മളെ കോഴികളെയൊക്കെ നായി കടിച്ച് പറിച്ച് കൊന്നിട്ടിക്കുകയാണ്. നമ്മൾ ഇന്നലെ നല്ല മഴയും ഇടിയൊക്കെ ആയിരുന്നു. അപ്പോൾ നമ്മൾ നല്ല സന്തോഷത്തിൽ കിടന്നുറങ്ങിയത്. പക്ഷേ ആ മഴയത്തും ഇടിയത്തും ഈ കോഴികളെ നായി വന്ന് കടിച്ച് കൂട് പൊട്ടിച്ചിട്ട് നായി കടിച്ച് എല്ലാ കോഴിക്കുട്ടികളെയും കൊന്നിട്ട്. അത് നമ്മളാണെങ്കിൽ അറിയുകയും ചെയ്തില്ല. അല്ലെങ്കിൽ സാധാരണ ഒരു ചെറിയ സൗണ്ട് കേൾക്കുമ്പോൾ നമ്മൾ അറിയുന്നതാണ്. പക്ഷേ ഇത് നല്ല മഴ ഇടിയോ ആയതുകൊണ്ട് നമുക്കൊന്നും അറിയാൻ പറ്റിയില്ല. അതിൻ്റെ വിഷമത്തിലാണ്. ഇതാണ് നമ്മളെ കോഴിക്കള്. ഇതിലൊരു 14 പുള്ളിക്കോഴികൾ അടുത്തുണ്ടായിരുന്നു. 15 പുള്ളിക്കോഴിയുണ്ട്. അതിൽ ഒറ്റൊരു പുള്ളിക്കോഴിയാണ് ഇപ്പൊ രക്ഷപ്പെട്ടത്. ബാക്കി പിന്നെ ഒരു വലിയ തള്ളക്കോഴി, അതിന്റെ 7 മക്കളും. അങ്ങനെ ഇത്രയും കോഴികളാണ് ഇപ്പൊ നായി കടിച്ചു കൊന്നിട്ടത്. നായിയാണോ മെരുവാണോ എന്ന് ഇനി ഒരു ഡൗട്ട് ഉണ്ട്. കാരണം കൂടടക്കം പൊളിച്ചതുകൊണ്ട് ഇനി ചിലപ്പോ മെരു ആവാനും ചാൻസ് ഉണ്ടെന്ന് ഇവിടെ തൊട്ടടുത്തുള്ള ആൾക്കാരൊക്കെ പറഞ്ഞത്. പിന്നെ ഈ 14 പുള്ളിക്കോഴികള് 1.5 മാസം പ്രായമാവുന്ന സമയത്ത് നമ്മൾ ഇതേമാതിരി യൂട്യൂബ് ചാനലിൽ കണ്ടിട്ട് ഒരു ഏട്ടന്റെ അടുത്ത് നിന്ന് വാങ്ങിയതായിരുന്നു. അതിപ്പോ ഒരു 3 മാസത്തിന്റെ അടുത്ത് ആയിട്ടുണ്ടായിരുന്നു. 1.5 മാസം ആകുമ്പോൾ കൊണ്ടുവന്നതാണ്. 3-4 മാസത്തിന്റെ അടുത്ത് ആയിട്ടുണ്ട് അതിന്. അങ്ങനെയും അത്രയും നല്ല ഭംഗിയുള്ള കോഴികളായിരുന്നു. വലുതാവുമ്പോ നല്ല ഉഷാറായിട്ട് നല്ല അടിപൊളി കാണാനുണ്ടാവുന്ന ഒരു കോഴിയായിരുന്നു. പക്ഷെ എന്ത് ചെയ്യാനാണ്, അത്രയും നമ്മൾ കെയർ ചെയ്തിട്ടും കൂടടക്കം പൊളിച്ചിട്ട് ഇതാ കോഴിക്കളെ മൊത്തം കൊന്നിട്ടാഞ്ഞത്. അങ്ങനെ ഇതാ നമ്മളെ വീട്ടിന്റെ തൊട്ട ബാക്കിലുള്ള ഒരു പറമ്പിലാണ് നമ്മൾ ഈ കോഴിക്കളൊക്കെ കുഴിച്ചിട്ടത്. നല്ല സങ്കടത്തിലാണ് ഇത് ചെയ്യുന്നത്. കാരണം നമ്മൾ അത്രയും ആഗ്രഹിച്ചു വാങ്ങിയ കോഴിക്കുട്ടികളായിരുന്നത്. അതുകൊണ്ട് നല്ല ഒരു സങ്കടം തന്നെയാണ്. പിന്നെ ഇനി നമ്മുടെ കോഴിക്കൂടിന്റെ അവസ്ഥ കാട്ടിത്തരാം. നമ്മളത് ഒരു ചെറിയ കോഴിക്കൂടാണ്, നമ്മളായിട്ട് തന്നെ സെറ്റാക്കിയതാണ്. ഒരു പഴയ അലമാരന്റെ ഇതില് ഏട്ടൻ തന്നെ സെറ്റാക്കി കൊടുത്ത കൂടാണിത്. ഈ കൂടിന്റെ ഈ അടിഭാഗത്തെ കള്ളിയിലായിരുന്നു ഈ കോഴിക്കുട്ടികൾ ഉണ്ടായിരുന്നത്. 14 കോഴിക്കുട്ടികൾ ഉണ്ടായിരുന്നത്. ആ 2 കള്ളിയിലായിട്ടുണ്ടായ തന്നെയാണ് ഇപ്പൊ കൂടിന്റെ അടിഭാഗത്ത്, അടിഭാഗം ഓട്ടയാക്കിയിട്ടാണ് പിടിച്ചുണ്ടായത്. ഇത് നായ്ക്കളാണെന്ന് തന്നെയാണ് വിചാരിക്കുന്നത്. പക്ഷെ ഇവിടെ അടുത്തുള്ളവര് പറഞ്ഞ നായ്ക്കൾ ഇങ്ങനെ കൂട് പൊട്ടിക്കൊന്നുമില്ല, മെരു ആവാനാണ് ചാൻസ് എന്നാണ് പറയുന്നത്. ഇനി ഇതാ ബാക്കിയുള്ളത് ഇത്രയും കോഴിക്കുട്ടികൾ മാത്രമേ ഉള്ളൂ. വേറെ കുറെ കോഴികൾ ഉണ്ടായിരുന്നു. നമ്മൾ വന്നപ്പോ ഈ കൂടുതൽ സ്ഥലം ഇല്ലാത്തതുകൊണ്ട് നമ്മൾ അതിനൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. എന്നിട്ടാണ്, കാരണം കുറെ കാലമായി മുട്ട ഇട്ടുകൊണ്ടിരുന്ന കോഴികളായിരുന്നു. പിന്നെ അവര് ഇപ്പൊ അങ്ങനെ മുട്ടൊന്നിടാതെ ആയപ്പോ അവരെ നമ്മള് കൊടുത്തത്. അതിനു ശേഷമാണ് നമ്മൾ ഈ കോഴികളെ വാങ്ങിയിരുന്നത്. ഇങ്ങനെ ഒരു കൂടായിരുന്നു അവർക്ക് വേണ്ടി നമ്മൾ സെറ്റാക്കി കൊടുത്തത്. കാരണം പകലാണെങ്കിലും ഇവിടെ നായ്ക്കള് ശല്യം ഉള്ളതുകൊണ്ട് ഇവരെ അയച്ചു വിടാൻ പറ്റൂല. അപ്പൊ അവരെ പകല് ഈ ഒരു കള്ളിയിലേക്കാണ് നമ്മൾ സെറ്റാക്കി വെച്ചിരുന്നത്. ആ 14 കോഴിക്കുട്ടികളില് ഇനി ആകെ അവശേഷിക്കുന്നത് ഈ ഒരു പെടക്കുട്ടി മാത്രമാണുള്ളത്. ഇതിന് എന്തെങ്കിലും പറ്റിയിട്ടുണ്ടോ എന്ന് ഏട്ടൻ നോക്കുകയാണ്. കാരണം ആ സമയത്ത് ഇത് രക്ഷപ്പെട്ട് തൊട്ടപ്പുറത്ത് വീട്ടിലേക്ക് പോയിട്ട് രാവിലെ ആയിട്ടാണ് ഇത് ഇങ്ങോട്ടേക്ക് വന്നത്. അതുകൊണ്ട് ഇത് മാത്രം എങ്ങനെയൊക്കെ വയച്ചിലായി. ഇതേ പുള്ളിയിലുള്ള കുറെ നല്ല ഭംഗിയുള്ള അടിപൊളി കോഴിക്കുട്ടികളാണ് ഇപ്പം ചത്തുപോയത്. കാരണം നല്ല ഭംഗിയുണ്ട്. അതായത് നമ്മുടെ കഴുത്തിന് തൊപ്പമില്ലാത്ത നാക്കിഡ് നെക്ക് എന്ന് പറയുന്ന ഇനത്തിൽപ്പെട്ട കോഴിക്കളായിരുന്നു നമ്മൾ വാങ്ങിയിരുന്നത്. കാരണം നമ്മുടെ കയ്യിൽ ഇല്ലാത്തൊരു ഐറ്റം ആയിരുന്നു അത്. കാരണം ബാക്കിയുള്ള എല്ലാ പുള്ളിക്കോഴികളും അങ്ങനെ എല്ലാം നമ്മളെ അടുത്തുണ്ടായിരുന്നു. ഈ ഒരു ഐറ്റം നമ്മളിൽ ഇല്ലാത്തതുകൊണ്ട് അത്രയും കഷ്ടപ്പെട്ട് യൂട്യൂബിലൊക്കെ സെർച്ച് ചെയ്തിട്ട് വാങ്ങാനുള്ള ആഗ്രഹം കൊണ്ട് നമ്മൾ അത് യൂട്യൂബിലൊക്കെ സെർച്ച് ചെയ്ത് നമ്മൾ തെരഞ്ഞെടുത്തതായിരുന്നു. എന്നിട്ട് അവരെ കൊണ്ടുവന്നതായിരുന്നു. അപ്പൊ ഇതാണ് അവസ്ഥ. അതാ കോഴിന്റെ തലയൊക്കെ കൂടിന്റെ ഉള്ളിൽ തന്നെ ഉണ്ട്. ഇനി ഇതൊക്കെ ഒന്ന് വൃത്തിയാക്കണം. കുറെ എണ്ണത്തിനെ അതന്നെ കടിച്ച് കൊണ്ടുപോയിട്ടുണ്ട്. ബാക്കിയുള്ളതിനെ മാത്രമാണ് ഇവിടെ ഇട്ട് പോയിട്ട് നമ്മള് ആ ബാക്കിലെ പറമ്പിൽ കുഴിച്ചിട്ടത്. ഈ കറുപ്പ് പുള്ളിനെ കാണുമ്പോൾ നമുക്ക് നല്ല സങ്കടമാണ്. കാരണം ഇനിയിപ്പോ ഇത് മാത്രമേ ഉള്ളൂലേ എന്നുള്ളത്.
ഈ ഒരു നമുക്ക് ആകെ ഇത്രേ സ്ഥലപരിമിതി ഉള്ളൂ. ഈ ഒരു സ്ഥലത്തിലാണ് നമ്മൾ കോഴീനെ വളർത്തുന്നത്. കാരണം എന്ന് വെച്ചാല് നമ്മൾക്ക് കോഴീനോടുള്ള ഒരു ഇഷ്ടം മാത്രം, അതുകൊണ്ട് മാത്രമാണ് നമ്മൾ ഇത്ര കഷ്ടപ്പെട്ടിട്ട് ഈ വലയൊക്കെ ഏട്ടപ്പോ നാട്ടിൽ നിന്ന് വന്നു കഴിഞ്ഞാല് ഇവിടെ സെറ്റാക്കി കൊടുത്തതാ. കാരണം അവരെ ഇനി നായ്ക്കളൊന്നും പുറത്തേക്ക് അയച്ചു വിട്ടിട്ട് പിടിക്കണ്ടെന്നുള്ള രീതിയിൽ കണക്കാക്കിയിട്ട് ഇങ്ങനെ ചെയ്തു കൊടുത്തതായിരുന്നു. പക്ഷെ എക്കത്തിനും ഇപ്പൊ കാര്യമില്ലാത്ത മാരിയായി. ഇനിയിപ്പോ ബാക്കിയുള്ളതിനും കൂടി എങ്ങനെയും കൊടുക്ക. കാരണം ഒരു പ്രാവശ്യം ഇപ്പൊ വന്ന് പിടിച്ചതിനോണ്ട് ഇനിയും വന്ന് പിടിക്കുമോ എന്നുള്ളൊരു പേടിയുണ്ട്. അപ്പം ഇത്രയേ ഉള്ളൂ നമ്മളെ വീഡിയോ. ഇങ്ങനെയുള്ളൊരു വീഡിയോ എല്ലാം നിങ്ങളെ മുന്നിലേക്ക് എത്തിക്കണം നമ്മൾ ആഗ്രഹിച്ചിരുന്നത്. നമ്മളെ കോഴിക്കളെ മൊത്തമായിട്ടുള്ളൊരു വീഡിയോ എടുത്തിട്ട് യൂട്യൂബിൽ ഇടണമെന്ന് നമ്മൾ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. ഇതിനെ ഇപ്പോൾ നമ്മൾ 1.5 മാസമുള്ളപ്പോൾ മേടിച്ചതാണ്. ഏകദേശം ഇപ്പോൾ 3 മാസമായി. അപ്പോൾ 3 മാസം വരെ നമ്മൾ ഒരു കുഴപ്പമില്ലാതെ പുറത്തേക്ക് പോലും വിടാതെ വലയിലൊക്കെ ഇട്ട് നല്ല രീതിയിൽ വളർത്തി കൊണ്ടുവന്നതാണ്. അപ്പോൾ ഇന്നലെ പെട്ടെന്ന് എന്താ സംഭവിച്ചതെന്ന് ഒരു ഐഡിയ ഇല്ല. അപ്പോൾ ഇനി കോഴീനെ വളർത്തുന്നവരെന്തായാലും മരത്തിൻ്റെ കൂടാണെങ്കിൽ നല്ല സേഫ്റ്റി നോക്കിയിട്ട് വളർത്തുക. നമ്മളതിന് പുതിയ കൂടൊക്കെ സെറ്റാക്കാൻ വേണ്ടി എല്ലാം വാങ്ങി വെച്ചിട്ടുണ്ട്. ഞങ്ങൾ 2-3 ദിവസത്തിൻ്റെ ഉള്ളിൽ ഒമാനിലേക്ക് തിരിച്ചു പോകാൻ നിൽക്കുകയാണ്. അപ്പോൾ അതിൻ്റെ മുന്നേ നല്ലൊരു കൂടടിക്കാനുള്ള എല്ലാ സെറ്റപ്പും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് ഇപ്പോൾ ഇത് വന്നത്. ഇനിയിപ്പോൾ ഉള്ള കോഴിനും പാടി കൊടുക്കാന്നുള്ള തീരുമാനമാണ്. കാരണം എന്താ വെച്ചാൽ നമുക്ക് ഇങ്ങനെ ഇത് കാണുമ്പോൾ ഭയങ്കര ഒരു സങ്കടം. നമ്മൾ അത്രയും കഷ്ടപ്പെട്ടിട്ട് മെയിനായിട്ട് ഇപ്പോൾ ഞങ്ങൾക്ക് ഇവിടെ ഏട്ടൻ്റെ അമ്മയാണ് ഇവിടെ എത്രയായിട്ട് നല്ലോണം നോക്കി വന്നിരുന്നത്. അപ്പോൾ ഏട്ടൻ്റെ അമ്മയ്ക്ക് ഭയങ്കര സങ്കടമുണ്ട്. കാരണം നമ്മളിപ്പോൾ ഇവിടെ വന്നേരി പുറത്ത് പോകും, ഫുള്ള് പുറത്ത് പോക്കും അങ്ങനെയൊക്കെ ആണെങ്കിൽ അതിനെ എല്ലാ കാര്യങ്ങളും നോക്കുന്നത് ഏട്ടനും അമ്മയാണ് മെയിനായിട്ട്. അപ്പോൾ ഭയങ്കര സങ്കടമുണ്ട് ഇങ്ങനെ. അപ്പോൾ എന്താ പറയുക, ഇനി ഇപ്പം നിങ്ങളെ വീട്ടിൽ നമ്മളെ കണ്ടിൽ എത്രയേ ഉള്ളൂ നമുക്ക് സ്ഥലപരിമിതി ഉള്ളത്. ആ ഉള്ള സ്ഥലത്തിൽ വെച്ചിട്ട് നമ്മളെ ആഗ്രഹം കൊണ്ട് നമ്മൾക്ക് ഇഷ്ടമുള്ളത് കൊണ്ടാണ് നമ്മൾ കോഴീനെ വളർത്തുന്നത്. ഈ ഒരു ചെറിയ സ്ഥലത്താണെങ്കിലും അങ്ങനെയൊക്കെ കോഴികൾക്ക് വേണ്ട സെറ്റിങ്സ് ഒക്കെ നമ്മൾ ചെയ്ത് കൊടുത്തിട്ട്, കാരണം അതിനെ നായി കടിക്കുന്നുള്ളത് കൊണ്ടാണ് നമ്മൾ പകലൊന്നും അതിനെ അയച്ചിടില്ല. അതിന് അത്യാവശ്യം നടന്ന് കളിക്കാനൊക്കെ ഉള്ള രീതിയിലാണ് നമ്മൾ അപ്പുറത്ത് അതിനെ സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുള്ള കൂട്. അപ്പോൾ ഇനി എല്ലാവരും ഒന്നെങ്കിൽ കല്ലിന്റെ കൂടാക്കുക, അല്ലെ ഇരുമ്പിന്റെ കൂടാക്കുക. മരത്തിന്റെ കൂട് ഒരു സേഫ്റ്റി അല്ല, ഏത് നിമിഷം വേണേലും പോവാം. പിന്നെ പോരാത്തിന് മഴ പെയ്യുമ്പോഴാണ് ഈറ്റിങ്ങൾ വരിക, ഈ നായ്ക്കൾ കോഴികളെ തിന്നാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇന്നലെ നല്ല മഴ പെയ്തിട്ടുണ്ടായിരുന്നു ഇവിടെ. ഞങ്ങളെല്ലാവരും അപ്പോൾ സന്തോഷിച്ച്. കാരണം ഈ ചൂടത്ത് മഴ പെയ്യുമ്പോൾ നമുക്കൊരു സന്തോഷമല്ല. പക്ഷെ എന്താ വെച്ചാൽ ഒരു ഒച്ച പോലും ഒന്നിന്റെ പോലും കേട്ടിയില്ല. ഇപ്പോൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 13ഉം 5ഉം 18 കോഴികൾ കുട്ടികളടക്കം ആ നായ്ക്കളെ 2 കള്ളിയിൽ നിന്നായിട്ട് കൊണ്ടുപോയത്. പിന്നെ അതിൻ്റെ മുകളിൽ നിന്നുള്ള 2 കോഴികൾ. കൂട് ചെറുതാണെങ്കിലും കോഴികൾ നല്ലോണം ഉണ്ടായിരുന്നു, നിറച്ചും കോഴിക്കളായിരുന്നു അതിൽ. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം എന്നൊന്നും പറയുന്നില്ല. ഇത് മാക്സിമം എല്ലാവരിലേക്ക് എത്തിക്കുക. ഇനി ഇങ്ങനെയുള്ള കൂടുകളിൽ ആരും മാക്സിമം കോഴികളെ വളർത്താണ്ടിരിക്കുക. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ വീഡിയോ ഇടുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ബൈ.